Hi dear students, Database Management System എന്ന പുതിയ ഒരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഡാറ്റാബേസ് എന്താണ് ഡാറ്റാബേസ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നോക്കാം. എ ഡാറ്റാബേസ് ഈസ് an integrated collection of logically related records and files. Database is a collection of data integrated and organized into a single comprehensive file system. ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് ഡാറ്റകളെ കളക്ട് ചെയ്തതുണ്ടായിരിക്കും, ക്രിയേറ്റ് ചെയ്തതുണ്ടായിരിക്കും, എഡിറ്റ് ചെയ്തതുണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് അൾട്ടറേഷൻ വരുത്തിയതെല്ലാം ഉണ്ടായിരിക്കും. ഈ ഡാറ്റകളെയെല്ലാം ഒരു സിംഗിൾ വിൻഡോയിലേക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ആ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിനെയാണ് അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ കോംപ്രഹെൻസീവ് ഫയൽ സിസ്റ്റത്തെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സ്ഥാപനത്തിൽ ഒരുപാട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും, മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റകൾ ഉണ്ടായിരിക്കും, പ്രീവിയസ് ഡാറ്റകൾ ഉണ്ടായിരിക്കും, പ്രസൻറ്റ് ഡാറ്റകൾ ഉണ്ടായിരിക്കും, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന ഔട്ട്സൈഡ് ഡാറ്റകൾ ഉണ്ടായിരിക്കും, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഡാറ്റ ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഡാറ്റകളെല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക. ആ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അഥവാ ഡാറ്റയുടെ ഒരു കളക്ഷനാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നിന്നും നമുക്ക് എന്ത് വേണമെങ്കിലും ഡാറ്റയെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ ആഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും, അൾട്ടർ ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഈ ഒരു ഡാറ്റാബേസിൽ നിന്നും. നോക്കാം. എ ഡാറ്റാബേസ് ഈസ് എയ്തർ എ ഫ്ലാറ്റ് ഫയൽ ഓർ റിലേഷണൽ ഫയൽ. ഇവിടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലായിരിക്കും. ഒന്നുകിൽ ഫ്ലാറ്റ് ഫയൽ ആയിരിക്കും, അല്ലെങ്കിൽ റിലേഷണൽ ഫയൽ ആയിരിക്കും. എന്താണ് ഫ്ലാറ്റ് ഫയൽ? ഇൻ എ ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം ഓൾ ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ സിംഗിൾ ടേബിൾ. അഥവാ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഡാറ്റാബേസ് ആണ് എങ്കിൽ ആ ഡാറ്റാബേസിലെ ഡാറ്റകളെല്ലാം ഒരൊറ്റ ഫയലിലേക്ക് ഒതുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഫയലായി മാത്രമേ ഒതുങ്ങി നിൽക്കുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ ഫ്ലാറ്റ് ഫയൽ എന്ന് പറയും. അഥവാ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് ടെലിഫോൺ ഡയറക്ടറി എന്ന് പറയുന്നത് ഒരൊറ്റ ഫയലായിരിക്കും. ആ ഫയലിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള ടെലിഫോൺ നമ്പറുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു ഫയലിൽ തന്നെ വീണ്ടും ആഡ് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു, അതൊക്കെ ആ ഒരൊറ്റ ഫയലിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു സ്വഭാവത്തിലുള്ള ഫയലിനെയാണ് നമ്മൾ ഫ്ലാറ്റ് ഫയൽ എന്ന് പറയുന്നത്. എന്നാൽ റിലേഷണൽ ഫയൽ എന്താണ് നോക്കാം. എ റിലേഷണൽ database split the data into several tables with each table holding some portion of total data. അഥവാ ഈ പറയുന്ന റിലേഷണൽ ഡാറ്റാബേസിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രത്യേകത ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ ആ ഡാറ്റയുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റകൾ മറ്റു ഫയലിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കാം. നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് സാധാരണ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്നും എന്ത് ചെയ്യാം, കളക്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ മാത്രം മാർക്ക് ലിസ്റ്റാണ്. എന്നാൽ കോളേജിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കോളേജിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഇൻഡിവിജ്വലായിട്ട് എടുക്കുന്നതിൽ പുറമെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഫയലാണ്. ഒന്ന് കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫയൽ, മറ്റൊന്ന് ഇൻഡിവിജ്വൽ ഫയൽ. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഫയലിൻ്റെ ഒരു ഹെൽപ്പിംഗ് ആയിട്ടാണ് ഇവിടെ സാധാരണ ഫയൽ കണക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ വ്യത്യസ്ത ടേബിളുകളായിട്ട് ഒരു കാര്യം തന്നെ വ്യത്യസ്ത ടേബിളിലായിട്ട് വിവരിക്കുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്, റിലേഷണൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണ്? ഡാറ്റാബേസ് ആണ്. അതാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അതാണ് നമ്മുടെ ചാപ്റ്റർ. DBMS ഷോർട്ടാക്കിയിട്ടാണ് DBMS എന്ന് പറയുന്നത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ ഡാറ്റാബേസ് എന്താണെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെയാണ് അതിൻ്റെ
മാനേജ്മെൻറ്റ് സിസ്റ്റവും നോക്കാം. ദ സോഫ്റ്റ്വെയർ വിച്ച് ഈസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ് ഈസ് കോൾഡ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS. അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റാബേസിനെ ഒരു സോഫ്റ്റ്വെയർ രൂപത്തിലേക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആക്കിയിട്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിന് നമ്മൾ പറയുന്ന പേരാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. നമ്മൾക്കത് ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. നമുക്കൊരു ബുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടെലിഫോൺ ഡയറക്ടറി വലിയൊരു ബുക്കായിരിക്കും, അതെന്താണ് ഡാറ്റാബേസ് ആണ്. അതേപോലെ തന്നെ ഇപ്പം മാർക്ക് ലിസ്റ്റ് നമ്മൾ പറഞ്ഞു, അതെന്താണ് നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കണമെങ്കിൽ അത് സാധാരണ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. എന്നാൽ ഇതിനെല്ലാം നമ്മളൊരു സോഫ്റ്റ്വെയറിലേക്ക് മാറ്റി. സോഫ്റ്റ്വെയറിലേക്ക് ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. എന്താണ് ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡാറ്റകൾ സ്റ്റോർ ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പ്രോസസ്സ് ചെയ്യാം, പല രൂപത്തിൽ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് നമുക്ക് എന്താണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ DBMS എന്ന് പറയുന്നത്. ഇതിന് പ്രൊഫഷണലായിട്ട് കൊമേഴ്ഷ്യലായിട്ട് ഉപയോഗിക്കുന്ന DBMSകളാണ് താഴത്ത് പറയുന്നത്. MySQL, ഒറാക്കിൾ പോലെയുള്ള സോഫ്റ്റ്വെയറുകളെല്ലാം കൊമേഴ്ഷ്യലായിട്ട് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇനി നോക്കാം. Its major function is to assist users in all aspects of data manipulation and utilization. ഇവിടെ എന്താണ് ഒരു ഡാറ്റയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് മാനിപ്പുലേഷൻസ് ആൻഡ് യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനായിട്ട് പറയുന്നത്. DBMS software allows creation, definition, manipulation of database, allowing users to store, process, analyze data easily. എന്താണ് ഒരു DBMS ചെയ്യുന്നത്? എന്താണ് അവിടെ ഡാറ്റകളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഡാറ്റാബേസിൽ. പിന്നെ യൂസേഴ്സിന് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? യൂസേഴ്സിന് ഈ ഡാറ്റയെ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 4 കാര്യങ്ങൾ ഒരു ടാസ്ക് ആയിട്ട് നമുക്ക് DBMS ചെയ്തു തരുന്നുണ്ട്. ആ 4 കാര്യങ്ങളാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. DBMS allows users the following task. ഈ 4 ഉപയോഗങ്ങളാണ് DBMSൻ്റെ പ്രധാനമായിട്ടും നമ്മൾ ആശ്രയിക്കുന്നത്. ഒന്നാണ് ഡാറ്റ ഡെഫിനിഷൻ. It help in creation, modification and removal of definition that define the organization of data in database. ഡാറ്റാബേസിലേക്ക് നമുക്ക് പുതിയ കാര്യങ്ങൾ, ഡാറ്റയെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ഉള്ള ഡാറ്റയെ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഉള്ള ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനും പറ്റും. അതാണ് ഒന്നാമത്തെ ഒരു ടാസ്ക് നമുക്കൊരു യൂസേഴ്സ് ആയിട്ട് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ. രണ്ടാമത്തേതാണ് ഡാറ്റ അപ്ഡേഷൻസ്. എന്താണ്? ഇറ്റ് ഹെൽപ്പ് ഇൻ ഇൻസേർഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് ഡിലീഷൻ ഓഫ് ആക്ച്വൽ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിലുള്ള ആക്ച്വൽ ഡാറ്റയെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഡിലീഷൻ നടത്താനും പറ്റുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു യൂസേഴ്സ് ആയിട്ട് നമുക്ക് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് തരുന്നത്. മൂന്നാമത്തേതാണ് ഡാറ്റ റിട്രീവൽ. എന്താണ് റിട്രീവൽ? വളരെ സിമ്പിളാണ്. എന്താണ്, നമ്മൾ ഒരു തവണ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമ്മൾ സേവ് ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെച്ചതിനെ വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വീണ്ടും കോപ്പി ചെയ്തെടുക്കുക, വീണ്ടും മൂവ് ചെയ്തെടുക്കുക, ഇതിനെയാണ് നമ്മൾ റിട്രീവൽ എന്ന് പറയുക. ഇപ്പം നമ്മൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ ഒരു ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്തെടുക്കും. ആ ഒരു പ്രോസസ്സിനെയാണ് റിട്രീവൽ എന്ന് പറയുക. അതാണ് ഇവിടെ പറയുന്നത് ഡാറ്റ റിട്രീവൽ. എന്താണ്? ഹെൽപ്സ് ഇൻ റിട്രീവൽ ഓഫ് ഡാറ്റ ഫ്രം ദി ഡാറ്റാബേസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് പർപ്പസ്. നമ്മളൊരു ഡാറ്റയെ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും ഡാറ്റാബേസിൽ. അത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് വിവിധ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അതിനെയാണ് നമ്മൾ ഡാറ്റ റിട്രീവൽ എന്ന് പറയാം. ഇനി അടുത്തൊരു യൂസാണ് യൂസർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, DBMS കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ രജിസ്റ്ററിങ്, മോണിറ്ററിങ് യൂസേഴ്സ്. എന്ത് ചെയ്യാം, യൂസേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻഫോഴ്സിങ് ഡാറ്റ സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഉപയോഗിക്കാം. മോണിറ്ററിങ് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ നമുക്കിത് ഉപയോഗിക്കാം. മെയിൻറ്റെയിനിങ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റയുടെ ഇൻറ്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കിതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഡീലിംഗ് വിത്ത് കൺകറൻസി കൺട്രോൾ ആൻഡ്
റിക്കവറി ഇൻഫർമേഷൻ കറപ്റ്റഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് ഫെയിലിയർ. നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും ഫെയിലിയറുകളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പഴയ ഡാറ്റകളെ അല്ലെങ്കിൽ ഫെയിലിയറായ ഡാറ്റകൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനും റിക്കവർ ചെയ്തെടുക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, DBMS കൊണ്ട് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.